Hi, good morning, dear students. Today I am going to teach sustainable engineering. So, first module 1 അവർ രണ്ട് ഫംഗ്ഷനാണ് അവർ സിലബസിൽ തന്നിട്ടുള്ളത്. ഫസ്റ്റ് വൺ സസ്റ്റൈനബിലിറ്റി, സെക്കൻഡ് വൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഈ രണ്ട് കാറ്റഗറിയാണ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സസ്റ്റൈനബിലിറ്റി എന്താ അതേക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ്. സോ ഫസ്റ്റ് സ്ലൈഡ്, ഈ കോഴ്സിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ് ആദ്യം നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഫസ്റ്റ്, ഇൻക്രീസ്ഡ് അവയർനെസ്. To have an increased awareness among students on issues of sustainability. അതായത് സസ്റ്റൈനബിലിറ്റിയെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് സ്റ്റുഡൻസിന് ഉണ്ടാവണം. സോ അതാണ് നമ്മളുടെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ്സ്. സെക്കൻഡ് വൺ, റോൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. റോൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി മീൻസ് ബൈ പ്ലാനിംഗ് ആൻഡ് ബിൽഡിംഗ് പ്രോജക്റ്റ്, പ്രിസർവ് നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ്. ഈ റോൾ ഓഫ് എഞ്ചിനീയറിംഗ് എന്ന് വരുമ്പോൾ നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗ് ടേംസിലാണ് നമുക്ക് എന്താ പ്ലാൻ ചെയ്യേണ്ടത്. അപ്പോൾ ആൾമോസ്റ്റ് അത് എന്തായിരിക്കും, ബിൽഡിംഗ് പ്രോജക്ട്സ് ആയിരിക്കും. ദെൻ വൺ, പ്രിസർവ് നാച്ചുറൽ റിസോഴ്സസ്. അതായത് നാച്ചുറൽ റിസോഴ്സിനെ നമ്മൾ പ്രിസർവ് ചെയ്യണം. ഓക്കെ. Then one, as a engineers, many activities that support sustainable development also. അതായത് എഞ്ചിനീയേഴ്സ് നമുക്ക് എന്ത് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ട്. അതെങ്ങനെ, നമ്മളൊരു വീട് പണി ചെയ്യുന്ന സമയം നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലയൻറ്റിനോട് സാർ നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ട് നമുക്ക് ഒരു 2 റൂം നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്യാം. സോ അപ്പോൾ അതൊരു നാച്ചുറൽ വേ ആയിരിക്കും. സോ അതാണ് നമുക്ക് ഇതിൽ റോൾ ഓഫ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. തേർഡ് വൺ, ടൂൾസ് ആൻഡ് ഇൻസെൻറ്റീവ്സ് ഫോർ റോൾ ഓഫ് എഞ്ചിനീയറിംഗ്. സോ ഇതിൽ ടൂൾസ് എന്ന് മീൻ ചെയ്യുന്നത് ആക്സസ്, എൻവിറോൺമെന്റൽ ആൻഡ് സോഷ്യൽ. അതായത് ഒരു ലൈഫ് സൈക്കിൾ അസസ്മെന്റ്, അതായത് ഒരു കണക്ടിവിറ്റിയാണ് നമ്മൾ ടൂൾസ് എന്ന് പറയുന്നത്. അത് എന്താ, എൻവിറോൺമെന്റൽ ബേസ്ഡിലും സോഷ്യൽ ആക്ടിവിറ്റീസ് ബേസ് ചെയ്തിട്ടായിരിക്കും. സോ ദാറ്റ് ഈസ് ലൈഫ് സൈക്കിൾ. ഓക്കെ. ലാസ്റ്റ് വൺ, ഡിസിഷൻ ഓൺ എൻവിറോൺമെന്റൽ, സൊസൈറ്റൽ ആൻഡ് എക്കണോമിക് പ്രോബ്ലംസ്. അതായത് ഈ ഡിസിഷൻസ് എന്താണ് എന്ന് പറഞ്ഞാൽ, ഡിസിഷൻ മേക്കിംഗ് ദി ഗവൺമെൻറ് പ്രൊവൈഡ് കൺസ്ട്രെയിൻഡ് ആൻഡ് ഇൻസെൻറ്റീവ്സ്. അതായത് നമുക്ക് ഒരു ഡിസിഷൻ നമുക്ക് എടുക്കണം. അതായത് നമ്മളൊരു പ്രിപ്പയർ പ്ലാനിങ്, അതായത് നമുക്ക് എന്താ സൊസൈറ്റി ആയാലും നാച്ചുറൽ റിസോഴ്സ് ആയാലും നമുക്കിത് പ്രിസർവ് ചെയ്യാൻ ഒരുപാട് നമുക്കൊരു പ്ലാനിങ് ആവശ്യമാണ്. അപ്പോൾ അതിനായിട്ടുള്ള എല്ലാ ഡിസിഷനും നമുക്ക് എന്താ ഫൈനലൈസ് ചെയ്യണം. സോ ഇനി പ്രൊവൈഡ് കൺസ്ട്രെയിൻസ് എന്ന് വരുമ്പോൾ ഇതിനെ നമുക്ക് എന്താ ഈ പ്രോസസ്സിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കൺസ്ട്രെയിൻസ്, അതിൻ്റെ പ്ലാനിങ് എന്താ, അതിൻ്റെ പ്രോസസ്സ് എന്താ, ഇതിൻ്റെ മെത്തഡോളജി എങ്ങനെയാണ്, ഇനി ഇതിനായിട്ടുള്ള ഫണ്ട്, അതാണ് ഈ ഇൻസെൻറ്റീവ്സ് എന്ന് പറയുന്നത്. സോ അത് മാക്സിമം പീപ്പിൾസിനും സൊസൈറ്റീനും ഉപയോഗിക്കാവുന്ന രീതിയിലായിരിക്കണം ഈ ഒരു ഡിസിഷൻ. സോ ഇതാണ് ഈ കോഴ്സിൻ്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ. ആഫ്റ്റർ ദാറ്റ്, തേർഡ് സ്ലൈഡ്, സസ്റ്റൈനബിലിറ്റി. Second slide, sustainability. What is meant by sustainability? അപ്പോൾ സസ്റ്റൈനബിലിറ്റി രണ്ട് ടേംസ് ഉണ്ട്. സസ്റ്റൈനബിൾ എന്ന് വരുമ്പോൾ നാച്ചുറലായിട്ട് നമുക്ക് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നാണ്. സസ്റ്റൈനബിലിറ്റി എന്ന് വരുമ്പോൾ ലോങ് ടേം മെയിൻ്റനൻസ്, ഒരു സർട്ടൈൻ ലെവലിൽ നിന്നുകൊണ്ട് നമുക്കത് എത്ര ലെവലിൽ നമുക്ക് എന്താ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നതാണ് സസ്റ്റൈനബിലിറ്റി. സോ സിംപ്ലി ആസ് ലോങ് ടേം മെയിൻ്റനൻസ് അറ്റ് എ സർട്ടൈൻ ലെവൽ. സോ ദാറ്റ് ഈസ് സസ്റ്റൈനബിലിറ്റി. അപ്പോൾ സസ്റ്റൈനബിളി ക്രിയേറ്റ് എ മെയിൻറ്റെയിൻ ദ കണ്ടീഷൻസ് അണ്ടർ വിച്ച് ഹ്യൂമൻസ് ആൻഡ് നേച്ചർ ക്യാൻ എക്സിസ്റ്റ് ഇൻ പ്രൊഡക്റ്റീവ് ഹാർമണി that permit fulfilling the social, economic and other requirements of
പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ. സോ ദാറ്റ് ഈസ് സസ്റ്റൈനബിലിറ്റി. അതായത് ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ all time humans and nature exist productivity and social economical requirements is fill. അതായത് ഈ സോഷ്യൽ എക്കണോമിക്കൽ റിക്വയർമെൻറ്റ്സ് നമുക്ക് ആവശ്യമുള്ളത് എല്ലാം നമുക്ക് എന്താ ഫിൽ ചെയ്യുന്ന തരത്തിലായിരിക്കണം ഈ സസ്റ്റൈനബിലിറ്റി. അത് മാത്രമല്ല എല്ലാ ടൈമും ഹ്യൂമൻസ് ആയാലും നാച്ചുറൽ ഒരു പ്രോഡക്റ്റിവിറ്റി നമുക്ക് എന്താ ഒരു എക്സിസ്റ്റൻസ് കൊടുക്കണം. സോ ദാറ്റ് ഈസ് സസ്റ്റൈനബിലിറ്റി. ഓക്കെ, അപ്പോൾ അതൊരു ലോങ് ടേം മെയിൻ്റനൻസ് അറ്റ് എ സർട്ടൈൻ ലെവൽ നമ്മളുടെ എല്ലാ റിക്വയർമെൻറ്റ്സിനും നമുക്ക് ഫിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. സോ ദാറ്റ് ഈസ് സസ്റ്റൈനബിലിറ്റി. ഇനി നെക്സ്റ്റ് സ്ലൈഡ് 3, സസ്റ്റൈനബിലിറ്റി നീഡ് ആൻഡ് കോൺസെപ്റ്റ്. അതായത് ഇതിലൊരു 3 മെയിൻ ഫങ്ഷൻസ് ആണ് നമുക്ക് വരുന്നത്. ഫസ്റ്റ് വൺ എൻവിറോൺമെൻറ്റ്, സെക്കൻഡ് വൺ സൊസൈറ്റി, തേർഡ് വൺ എക്കണോമി. ഫസ്റ്റ് എൻവിറോൺമെൻ്റൽ എന്ന് വെച്ചാൽ സറൗണ്ടിങ്, അതായത് ദി ഹോൾ സറൗണ്ടിങ്. അതിൽ നമുക്ക് എന്താ ഹ്യൂമൻ, അനിമൽ, പ്ലാന്റ് ലീവ്സ് സിംപ്ലി ആസ് സർവൈവൽ. ഒരു എൻവിറോൺമെൻ്റൽ സർവൈവൽ നമ്മൾ എടുക്കുന്നതാണ്. സോ അപ്പോൾ അതിൽ എന്തെല്ലാം റിസോഴ്സ് ഉണ്ട്, വാട്ടർ റിസോഴ്സസ്, അതുപോലെ നമുക്ക് എയർ റിസോഴ്സസ്, ലാൻഡിൽ എന്തെല്ലാം റിസോഴ്സസ് ഉണ്ട്, ഫോറസ്റ്റ്, ഹിൽ സ്റ്റേഷൻസ്. സോ ഇതെല്ലാം നമുക്ക് എൻവിറോൺമെൻ്റൽ. സെക്കൻഡ് വൺ സൊസൈറ്റി. സൊസൈറ്റിയിൽ നമുക്ക് മീൻ ചെയ്യുന്നത് ഇതിൽ ഹെൽത്ത്, സേഫ്റ്റി, വെൽനെസ്, ലൈഫ് ബാലൻസ്. ഇതാണ് നമുക്ക് ഈ ഒരു സസ്റ്റൈനബിലിറ്റിയിൽ നമ്മൾ സൊസൈറ്റി ആയിട്ട് നമ്മൾ ഡിപ്പെൻസ് ചെയ്യുന്നത്. തേർഡ് വൺ എക്കണോമി. എക്കണോമി എന്ന് വരുമ്പോൾ കറക്റ്റ് മീനിങ് ലിമിറ്റഡ് സോഴ്സസ്. എന്താണ് ലിമിറ്റഡ് സോഴ്സസ്? അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ലാൻഡ്, ഇപ്പം നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുവാണെങ്കിലും നമ്മൾ എന്താ ലിമിറ്റഡ് സോഴ്സിൽ നമ്മൾ ഉപയോഗിക്കുക. ദാറ്റ് ഈസ് എക്കണോമി. അതുപോലെ ഡ്രിങ്കിങ് വാട്ടർ, നമ്മളുടെ വാട്ടറിൻ്റെ യൂസേജ്. അപ്പോൾ ഡ്രിങ്കിങ് വാട്ടേഴ്സ് മാത്രമല്ല, നമുക്ക് ഡെയിലി റൊട്ടീൻ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വാട്ടേഴ്സും നമ്മൾ എന്ത് ചെയ്യുക, എക്കണോമി ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. അതായത് നമുക്ക് അഡിക്വേറ്റ്, നമ്മളുടെ യൂസേജ് എത്രയാണോ അതുവരെ നിങ്ങൾ ഉപയോഗിക്കുക. അതായത് വാട്ടർ വേസ്റ്റ് ചെയ്യരുത്. സോ ദാറ്റ് ഈസ് ദ എക്കണോമി. അതായത് കൺസേൺ ദി പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ. അതായത് നമുക്ക് പ്രസൻറ്റിലും ഫ്യൂച്ചറിലും നമുക്ക് എന്ത് ചെയ്യണം, ഒരു എക്കണോമിക്കൽ സ്റ്റേറ്റസിൽ ഇരിക്കണം. സോ ദാറ്റ് ഈസ് ദ മെയിൻ റോൾ ഓഫ് സസ്റ്റൈനബിലിറ്റി. സോ ഫസ്റ്റ് വൺ എൻവിറോൺമെൻ്റൽ, സെക്കൻഡ് വൺ സൊസൈറ്റി, തേർഡ് വൺ എക്കണോമി. ദാറ്റ് ഈസ് ഇത് ഒരു സൈക്ലിക് പ്രോസസ് ആണ് ആക്ച്വലി. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് 4, എൻവിറോൺമെൻ്റൽ ഇമ്പാക്റ്റ്. ഇതാണ് എൻവിറോൺമെൻ്റൽ ഇമ്പാക്റ്റ്. എൻവിറോൺമെൻ്റൽ ഇമ്പാക്റ്റ് മീൻസ് ചേഞ്ച് ടു ദി എൻവിറോൺമെൻറ്റ്. അതായത് ക്ലൈമാറ്റിക് ചേഞ്ച്, അതും നമുക്കൊരു എൻവിറോൺമെൻ്റൽ ഇമ്പാക്റ്റ് ആണ് ആക്ച്വലി. ലാൻഡ് നല്ലോണം ഹീറ്റ് ആകുന്നു, എയർ പൊല്യൂഷൻ ആകുന്നു. സോ ദാറ്റ് ഈസ് അതൊരു ഇമ്പാക്റ്റ് ആണ് ആക്ച്വലി. ഫസ്റ്റ് എക്സ്കോഷൻ ഓഫ് റിസോഴ്സസ്. എക്സ്കോഷൻ ഓഫ് റിസോഴ്സസ് എന്ന് വരുമ്പോൾ വാട്ടർ, പെട്രോളിയം, ഫോറസ്റ്റ്. ആക്ച്വലി ഇതിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഈ എക്സ്കോഷൻ ഓഫ് റിസോഴ്സസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് പെട്രോളിയം പ്രോഡക്റ്റ്. അപ്പോൾ ഈ ഒരു പെട്രോളിയം പ്രോഡക്റ്റ് നമ്മൾ എടുക്കണമെങ്കിൽ ഒരു വെൽസ്, അതായത് ഡീപ്പ് വെൽ ഡെവലപ്ഡ് എക്സ്ട്രാക്ട്, അവർ ലാൻഡിനെ എക്സ്ട്രാക്ട് ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കിണർ എന്ന് പറയുമ്പോൾ ഡീപ്പ് ഡെപ്തിലായിരിക്കും. അപ്പോൾ ഈ ഒരു ഡീപ്പ് വെൽസ് ഇവർ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ടൈം ഗ്രൗണ്ട് വാട്ടർ ടേബിൾ ഓട്ടോമാറ്റിക് എന്താവും, ഡിക്രീസ് ആവും. അപ്പോൾ ഗ്രൗണ്ട് വാട്ടർ ടേബിൾ നമുക്ക് എന്താ ഒരു അൺലിമിറ്റ് ആയി പോകും. അപ്പോൾ നമുക്ക് എത്ര 600 ഫീറ്റ് 700 ഫീറ്റിലായിരിക്കും നമുക്ക് എന്താ വാട്ടർ കിട്ടാൻ പോകുന്നത്. സോ അപ്പോൾ ഇത് ഒരു എൻവിറോൺമെൻ്റൽ ഇമ്പാക്റ്റ് ആണ് ആക്ച്വലി. അതുകൊണ്ടാണ് നമ്മൾ പെട്രോളിയം പ്രോഡക്റ്റ്, പെട്രോൾ, ഡീസൽസ്, ഇതുപോലുള്ള ഓയിൽ, ഇതുപോലെ നമുക്ക് എന്താ മാക്സിമം നാച്ചുറൽ ആക്കുക എന്ന് പറയുന്നത്.
അപ്പോൾ ഡീപ്പ് വെൽസ് നമ്മൾ ഇങ്ങനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുമ്പോൾ ഗ്രൗണ്ട് വാട്ടർ ടേബിൾ എന്താ ഡിക്രീസ് താഴോട്ട് പോയിക്കൊണ്ടേയിരിക്കും. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദ മേജർ എൻവിറോൺമെന്റൽ ഇമ്പാക്ട്. ദെൻ വൺ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റി എന്ന് വരുമ്പോൾ എക്സ്റ്റിങ്ഷൻ ഓഫ് അനിമൽ. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഫോറസ്റ്റ് ഡീഫോറസ്റ്റേഷൻ ആകാം, അതുപോലെ അനിമൽസ് ഒക്കെ ഡെത്ത് ആകാം. സോ ദാറ്റ് ഈസ് എക്സ്റ്റിങ്ഷൻ ഓഫ് അനിമൽ പ്ലാന്റ് സ്പെഷ്യൽ ഡ്യൂ ടു വാട്ടർ സോയിൽ എയർ പൊല്യൂഷൻ. അപ്പോൾ ഡീഫോറസ്റ്റേഷൻ ആകുമ്പോൾ ഓട്ടോമാറ്റിക് റെയിൻഫാൾസ് ഒക്കെ വരുമ്പോൾ നമുക്ക് സോയിൽ എറോഷൻ വരും. സോയിൽ എറോഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് എന്താ വാട്ടർ ഒക്കെ പൊല്യൂട്ട് ആവും, അത് ഒരു റിവറിൽ പോയി മിക്സ് ആവും. ഇനി ടെമ്പറേച്ചർ ഹീറ്റ് ആവുമ്പോൾ എയർ പൊല്യൂഷൻ ആവും. സോ ഇതെല്ലാം നമുക്ക് എന്താ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ആണ് ആക്ച്വലി. ദെൻ വൺ ഡീഫോറസ്റ്റേഷൻ. ഡീഫോറസ്റ്റേഷൻ എന്ന് വരുമ്പോൾ കൺവേർഷൻ ഓഫ് ഫോറസ്റ്റ് ലാൻഡ് ടു ഫോംസ് അർബൻ യൂസ് എക്സെട്ര. ഫോറസ്റ്റ് ലാൻഡ് ഫുള്ള് നമുക്ക് എന്താവും, ഫുള്ള് അത് കൊലാപ്സ് ആവും. പിന്നെ അത് ട്രീസ് എല്ലാം നമുക്ക് എന്താ ഈ ഒരു ഡീഫോറസ്റ്റേഷനിലേക്ക് പോവും. അപ്പോൾ ആർട്ടിഫിഷ്യലായിട്ട് എടുക്കുന്ന സമയം നമുക്ക് ഡീഫോറസ്റ്റേഷൻ ആവും. നെക്സ്റ്റ് ഓസോൺ ഡിപ്ലഷൻ. ഓസോൺ ഡിപ്ലഷൻ എന്ന എന്താ മേജർ എൻവിറോൺമെന്റൽ പ്രോബ്ലം. ഇപ്പൊ നമുക്ക് നെക്സ്റ്റ് ഇനി അടുത്ത് വരാൻ പോകുന്നത് ഈ ഓസോൺ ഡിപ്ലഷൻ. ആൾറെഡി നമുക്ക് എന്താ പ്രോബ്ലംസ് ആണ്. കാരണം ഇൻക്രീസ് അൾട്രാ വയലറ്റ് റേഡിയേഷൻസ്. ഈ റേഡിയേഷൻ UV റേഡിയേഷൻസ് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുക. ഇപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താ ഒരുപാട് ഡിസീസസ് വരും. അതായത് സ്കിൻ ക്യാൻസർ, ജനറ്റിക് പ്രോബ്ലംസ്, ഇമ്മ്യൂണീവ് സിസ്റ്റം. സോ ഇതെല്ലാം നമുക്ക് എന്താ അഫക്റ്റ് ചെയ്യും. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദ ഇമ്പാക്ട് ഓഫ് എൻവിറോൺമെന്റൽ. ഓക്കെ. ദെൻ വൺ ഈട്രോഫിക്കേഷൻ. എന്താണ് ഈട്രോഫിക്കേഷൻ? ഈട്രോഫിക്കേഷൻ എന്ന് വരുമ്പോൾ യൂഷ്വലായിട്ട് ഫോം ഓഫ് വാട്ടർ പൊല്യൂഷൻ അക്വർ വെൻ എക്സസീവ് ഫെർട്ടിലൈസേഴ്സ് റൺ ഇൻ ടു ലേക്സ് ആൻഡ് ഈട്രോഫിക്കേഷൻസ്. അതായത് കൾട്ടിവേഷൻ ലാൻഡിൽ കെമിക്കലായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ കൾട്ടിവേഷൻ ലാൻഡിൽ നമുക്ക് വാട്ടർ ഫ്ലോ ആകുമ്പോൾ ആ വാട്ടർ ചിലപ്പോൾ റെയിൻഫാൾ ആയിരിക്കാം. ആ വാട്ടർ നമുക്ക് എന്താ ഒരു പോണ്ടിലോ ഒരു റിവറിലോ നമുക്ക് പോയി മിക്സ് ആകുന്ന ടൈം നമുക്ക് എന്താ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ട്. ആ റിവറിൽ ഉള്ള ഈ ഫിഷ് അതൊക്കെ എന്താ പ്രിസർവ്, അതായത് ഡെത്ത് ആകാനുള്ള ഒരു ചാൻസും ഉണ്ട്. സോ ദാറ്റ് ഈസ് ഈട്രോഫിക്കേഷൻസ്. അതുപോലെ ഇപ്പോൾ ഫ്ലോട്ടിംഗ് പ്ലാന്റ്സും ഉണ്ടാവും. ഇതുപോലെ കൂടുതൽ ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് ആയാലും നമുക്ക് ഈ റിവേഴ്സിലുള്ള ഈ ഫിഷ് ഇതൊക്കെ കൂടുതൽ ഓക്സിജൻ കിട്ടുന്നില്ല. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദ ഇമ്പാക്റ്റ്. സോ ദാറ്റ് ഈസ് ഈട്രോഫിക്കേഷൻ. അപ്പോൾ നമുക്ക് എന്താ കൂടുതൽ നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസർ ഉപയോഗിക്കുമ്പോഴും നമുക്ക് എൻവിറോൺമെന്റലിനെ അത് കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ഗ്ലോബൽ വാർമിംഗ്. ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുമ്പോൾ ലാൻഡോടെ ഇന്നർ കോർ ഹീറ്റ് ആകുന്നത്. ലാൻഡോടെ ഇന്നർ കോർ ഹീറ്റ് ആകുമ്പോൾ നമുക്ക് എന്താവും, ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഹീറ്റ് പ്രൊഡ്യൂസ് ആവും. സോ അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുമ്പോഴും നമുക്ക് എന്താ ഒരുപാട് നമുക്ക് പ്രോബ്ലംസ് എൻവിറോൺമെന്റൽ ബേസിസ് ആയിട്ട് നമുക്ക് അക്വർ ആവും. സോ ദീസ് ആർ ദി എൻവിറോൺമെന്റൽ ഇമ്പാക്ട്. ഓക്കെ. അപ്പോൾ എക്സ്കർഷൻ ഓഫ് റിസോഴ്സസ്, ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, ഡിഫോറസ്റ്റേഷൻ, ഓസോൺ ഡിപ്ലഷൻ, eutrophication and global warming. Slide number 5. The environmental impact caused by economy on production and society on consumption leads to the following damages to human life. എന്തെല്ലാം നമുക്ക് ഡാമേജ് ടു ഹ്യൂമൻ എന്തെല്ലാം പ്രോബ്ലംസ് വരുന്നു? ഫസ്റ്റ് വൺ, ഫ്രഷ് വാട്ടർ സ്കാർസിറ്റി. ഫ്രഷ് വാട്ടർ സ്കാർസിറ്റി എന്ന് വരുമ്പോൾ എന്താ, ഫ്രഷ് വാട്ടർ ഷോർട്ടേജ് ആകുന്നു. നമ്മൾ യൂസ് ചെയ്യുന്ന വാട്ടേഴ്സ് ഷോർട്ടേജ്, ഡെഫിനറ്റ് ആയിട്ട് ഷോർട്ടേജ് വരും. എൻവിറോൺമെന്റൽ അഫക്റ്റ് ആകുമ്പോൾ ടോട്ടലി. ദെൻ വൺ, ക്ലൈമാറ്റ് ചേഞ്ച്. സോ അൺഈവൻ ക്ലൈമാറ്റ് ആയിരിക്കും. അപ്പോൾ അൺഈവൻ ക്ലൈമാറ്റ് വരുമ്പോഴേ നമുക്ക് ഓട്ടോമാറ്റിക് എൻവിറോൺമെന്റൽ ടോട്ടലി ചേഞ്ച്. സോ ഡിസീസസ് ഈസി ആയിട്ട് നമുക്ക് ഫോം ആവും. Then one, exposure to toxins in food, air, water and soil.
അതായത് ടോക്സിൻസ് എന്ന് വെച്ചാൽ പോയിസൺ, ഇപ്പോൾ വിഷവസ്തുക്കൾ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പോൾ ആൽമോസ്റ്റ് നമ്മളുടെ എല്ലാ ഫുഡിലും, നമ്മളുടെ വെജിറ്റബിൾസിലും, ലാൻഡിലും, അപ്പം മോസ്റ്റ്ലി ഫെർട്ടിലൈസേഴ്സും ഇതുപോലെ ടോക്സിൻസ് എല്ലാത്തിനും ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് അതും ഒരു പ്രോബ്ലംസ് ആണ്. അത് ഹ്യൂമൻ ലൈഫിനെ അഫക്റ്റ് ചെയ്യും. ഫോർത്ത് വൺ, എമർജിങ് ഡിസീസസ്. എമർജിങ് ഡിസീസസ് എന്ന് വരുന്നത് എന്താ? ഡിസീസസ് എന്ന് വെച്ചാൽ രോഗങ്ങൾ, അതായത് നമുക്ക് ഡിസീസസ് ഫോം ആകുന്നത്. അപ്പോൾ എമർജിങ് എന്ന് വെച്ചാൽ എന്താ? അത് കണ്ടിന്യൂ ആവും, അത് ഉയർന്നു വരും രോഗം എന്ന് നമുക്ക് പറയാം. അപ്പം എമർജിങ് ഡിസീസസ്, അത് ഡിസീസസ് കണ്ടിന്യൂ ആയിക്കൊണ്ടേയിരിക്കും. ഫിഫ്ത്ത് വൺ, ഫുഡ് ഇൻസെക്യൂരിറ്റി റിസൾട്ടിങ് ഇൻ പോവർട്ടി. അതായത് ഫുഡ് ഇൻസെക്യൂരിറ്റി ആൻഡ് പോവർട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് നോട്ട് സേഫ് ആൻഡ് എക്സ്ട്രീംലി പൂവർ. സോ ദാറ്റ് ഈസ് ദ കണ്ടീഷൻ. അപ്പോൾ ഇതും ഹ്യൂമനെ നമ്മൾ എന്താ കൂടുതൽ അഫക്റ്റ് ചെയ്യും. ഇനി എനർജി സ്കാർസിറ്റി ഡ്യൂ ടു ഡിപ്ലഷൻ ഓഫ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. എന്താണ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്? ഈ 6th പോയിന്റ് അവർ എന്താണ് മീൻ ചെയ്യുന്നത്? എനർജി സ്കാർസിറ്റി ഡ്യൂ ടു ഡിപ്ലഷൻ ഓഫ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. അതായത് they cannot be replaced. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നാച്ചുറൽ ഗ്യാസ്, ന്യൂക്ലിയർ എനർജി, ഇതെല്ലാം നമുക്ക് ഹ്യൂമൻസ് ഡിപ്പെൻഡൻ്റ് ആണ്. അതായത് നമുക്ക് ഇത് മാത്രമേ നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറ്റും. സോ അപ്പോൾ നമുക്കിത് എന്താ, നമുക്ക് ഒരിക്കലും ഇത് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനെ വരുമ്പോൾ നമുക്കിതെന്താ, എനർജി സ്കാർസിറ്റി, അപ്പോൾ അതും ഷോർട്ടേജ് ആവും. കാരണം നമുക്കെന്താ, ഇത് ഫുള്ള് നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ആണ്, നമുക്കത് റീപ്ലേസ് ചെയ്യാൻ പറ്റൂല. സോ അതും നമുക്ക് അഫക്റ്റഡ് ആണ് ആക്ച്വലി. അപ്പോൾ നമുക്ക് മാക്സിമം എൻവിറോൺമെൻറ്റലിനെ എന്താ പ്രൊഡക്റ്റ് ചെയ്യുക. കാരണം നമുക്ക് ഇതുപോലെ നോൺ റിന്യൂവബിൾ റിസോഴ്സ് ഇല്ലെങ്കിലും നമുക്കത് എന്തായിരിക്കും, നമ്മളെ അഫക്റ്റ് ചെയ്യും. അപ്പം മെയിനായിട്ട് നമ്മളുടെ എന്താണ് കൂടുതൽ യൂസേജ്, അത് മാത്രം നമുക്ക് എന്ത് ചെയ്യുക, ഈ എൻവിറോൺമെൻറ്റൽ ബേസ്ഡ് ആയിട്ട് ആർട്ടിഫിഷ്യലായിട്ട് ഉപയോഗിക്കുക, റിമൈനിങ് നാച്ചുറലായിട്ട് ഉപയോഗിക്കുക. അതാണ് ഞാൻ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞത്. ഒരു സർട്ടൈൻ ലെവൽ വരെ നമുക്ക് എന്താ സസ്റ്റൈനബിൾ ആയിട്ട് നമുക്ക് എന്താ ഈ എൻവിറോൺമെൻറ്റൽ ബേസ്ഡിൽ നമ്മളുടെ എല്ലാ റിക്വയർമെൻറ്റ്സും കംപ്ലീറ്റ് ചെയ്യുക. റിമൈനിങ് നമുക്ക് എന്താ ആർട്ടിഫിഷ്യലായിട്ട് സം പെർസെൻറ്റേജിൽ നമുക്ക് ഉപയോഗിക്കുക. അപ്പം നമുക്ക് ഹ്യൂമൻസ് ലൈഫിൽ നമുക്ക് അഫക്റ്റ് ചെയ്യൂല. ഓക്കെ. ഇനി എക്കോസിസ്റ്റം ഡാമേജ് ആൻഡ് ഹാബിറ്റേറ്റ് ലോസ് ഡ്യൂ ടു പൊല്യൂട്ടൻ്റ് ഡിസ്ചാർജസ്. അതായത് എക്കോസിസ്റ്റം ഡാമേജ് എന്ന് വരുമ്പോൾ ഇൻക്രീസ്ഡ് ഫ്ലഡ്, അതുപോലെ ഡ്യൂ ടു സോയിൽ എറോഷൻ, ലാക്ക് ഓഫ് ട്രീസ്, ഇതാണ് എക്കോസിസ്റ്റം ഡാമേജ്. ഇപ്പോൾ ഡിഫോറസ്റ്റേഷൻസ് ഒക്കെ വരുമ്പോൾ, റെയിൻഫാൾസ് ഒക്കെ വരുമ്പോൾ ഹിൽ സ്റ്റേഷനിലിരുന്ന് ഡയറക്റ്റ് നമുക്ക് എന്താ വില്ലേജ് നോക്കി വാട്ടർ ഫ്ലോ ആവുമ്പോൾ, അപ്പോൾ അബ്സ്ട്രക്കിൾസ് ഒന്നും ഇല്ല എന്ന് വരുമ്പോൾ നമുക്കത് ഫ്ലഡ് ആവും, എക്സസ് വാട്ടർ ആവും. അപ്പോൾ സോയിൽ എറോഷൻ ആകും. സോയിൽ എറോഷൻ വരുമ്പോൾ ലാക്ക് ഓഫ് ട്രീസ്. സോ അപ്പോൾ അതും എന്തായിരിക്കും, ഹ്യൂമൻ ലൈഫിനെ അഫക്റ്റ് ചെയ്യും. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദ ഡാമേജസ്. ഇനി സീ ലെവൽ റൈസ്, ലാസ്റ്റ് പോയിന്റ്, സീ ലെവൽ റൈസ്. എന്താണ് സീ റൈസ് ലെവൽ? അതായത് സീ വാട്ടർ ലെവൽ ഇൻക്രീസ് ആകുന്നത്. അപ്പം എൻവിറോൺമെൻ്റലായിട്ട് ചേഞ്ച് ആകുമ്പോൾ, ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോൾ ടെമ്പറേച്ചർ കൂടുന്ന ടൈം, ഇപ്പോൾ എൻവിറോൺമെൻ്റൽ ചേഞ്ച് എന്ന് വെച്ചാൽ അത് ടെമ്പറേച്ചറാണ്, ഓവർ ഹീറ്റ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് എന്താ ഗ്ലോബൽ വാർമിംഗ് ആണ് അതിൽ വരുന്നത്. അപ്പോൾ ഗ്ലേസിയേഴ്സ്, ഈ ഐസൊക്കെ മെൽറ്റ് ആവും. അപ്പം ഈ ഐസൊക്കെ മെൽറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക് എന്താവും, നമ്മളുടെ സീ വാട്ടർ ലെവൽ നമുക്ക് ഇൻക്രീസ് ആവും. അപ്പോൾ നമുക്കിത് അവോയ്ഡ് ചെയ്യണമെങ്കിൽ പ്രൊട്ടക്റ്റ് ദ വെറ്റ് ലാൻഡ്. ഇപ്പം നമുക്ക് പ്രൊട്ടക്ട് ദ വെറ്റ് ലാൻഡ് എന്ന് പറയുമ്പോൾ ആൾമോസ്റ്റ് അത് കൾട്ടിവേഷൻ ലാൻഡ് ആയിരിക്കാം. എപ്പോഴും വെറ്റ് ലാൻഡ്, ഇപ്പം ഊട്ടി, കൊടൈക്കനാൽ, അതുപോലെ ഇപ്പോൾ ഇതുപോലത്തെ ഇതൊക്കെ വെറ്റ് ലാൻഡാണ്. അപ്പം നമുക്കത് മാക്സിമം ഇൻഡസ്ട്രി ഏരിയാസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് നമ്മൾ അവോയ്ഡ് ചെയ്യണം. സോ പ്രൊട്ടക്റ്റ് ദ വെറ്റ് ലാൻഡ്. സോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി സ്ലൈഡ് നമ്പർ 6.
സോഷ്യൽ സസ്റ്റൈനബിലിറ്റി. സോഷ്യൽ സസ്റ്റൈനബിലിറ്റിയിൽ ഫസ്റ്റ് പോയിന്റ് മെയിൻറ്റെയിൻ റെസിഡൻസ് ക്വാളിറ്റി ഓഫ് ലൈഫ്. അതായത് നമുക്കൊരു സോഷ്യൽ സസ്റ്റൈനബിലിറ്റി എന്ന് വെച്ചാൽ സൊസൈറ്റി നീഡ്സ്, നമ്മളൊരു നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫാണ് എല്ലാവരും എയിം ചെയ്യുന്നത്. എല്ലാവരുടെ എക്സ്പെക്റ്റേഷൻസ് ഒരു ക്വാളിറ്റി ആയിരിക്കണം ലൈഫ്. സെക്കൻഡ് വൺ, എൻഹാൻസ് ലോക്കൽ എക്കണോമിക് വിറ്റാലിറ്റി. എക്കണോമിക് വിറ്റാലിറ്റി എന്ന് വരുമ്പോൾ as a result of many people ഒരു നല്ല ജോബ്, ഗുഡ് ജോബ്, ബിസിനസ്, ഇൻവെസ്റ്റ്മെൻറ്റ്, അതാണ് എക്കണോമിക് വിറ്റാലിറ്റി എന്ന് പറയുന്നത്. തേർഡ് വൺ, പ്രൊമോട്ട് സോഷ്യൽ ആൻഡ് ഇൻ്റർ ജനറേഷണൽ ഈക്വിറ്റി. അതായത് ഒരു സൈക്കോളജിക്കൽ കണ്ടസ്റ്റ് എന്ന് പറയാം. അതായത് ഒരു പാർഷ്യാലിറ്റി, എല്ലാവരും നല്ല ഒരു ക്വാളിറ്റി ഓഫ് ലൈഫിൽ നമുക്ക് വരുന്ന സമയം ഒരു പാർഷ്യാലിറ്റി, സൈക്കോളജിക്കൽ പ്രോബ്ലം നമുക്ക് വരുന്നില്ല. കാരണം എല്ലാവരും കംഫർട്ടബിൾ ആണ്, എല്ലാവരും എക്കണോമിക് ആണ്, എല്ലാവരുടെ ലൈഫ് സ്റ്റൈലും ഗുഡാണ്. സോ നമുക്ക് ഇതുപോലെ, അതാണ് ഇൻ്റർ ജനറേഷണൽ ഈക്വിറ്റി. ഓക്കെ, ഇത് മെയിൻറ്റെയിൻ ദ ക്വാളിറ്റി ഓഫ് എൻവിറോൺമെൻറ്റ്. സോ ദാറ്റ് ഈസ് ദ very important point, maintain the quality of the environment അപ്പോൾ സേഫായി, that is quality. അടുത്ത് ഇൻകോർപ്പറേറ്റ് ഡിസാസ്റ്റർ റെസിലിയൻസ് ആൻഡ് മിറ്റിഗേഷൻ into its decision and action. അതായത് ഇപ്പോൾ ഡിസിഷൻ ഷുഡ് ബി ടേക്കൺ ബൈ യൂണിറ്റി. അതായത് ഒരു ഡിസിഷൻ നമ്മൾ എല്ലാവരും ഒരു യൂണിറ്റി ആയിട്ട് നമുക്ക് ഡിസിഷൻ എടുക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുമ്പോഴാണ് സോഷ്യൽ സസ്റ്റൈനബിലിറ്റി നമുക്ക് ആക്ച്വലി അക്വയർ ആകുന്നത്. So that is fifth and sixth point almost same. Okay, that is social sustainability. This slide number 7, economic sustainability. Economic sustainability എന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം നമ്മളുടെ കോമൺ യൂസേജ് അത് നാച്ചുറലായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും. മൈക്രോ ഫാമിംഗ് എന്ന് വെച്ചാൽ സ്മാൾ ഇൻഡസ്ട്രി ആയിട്ട് നമുക്ക് നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതാണ് മൈക്രോ ഫാമിംഗ് എന്ന് നമ്മൾ പറയാറുള്ളത്. സോലാർ എനർജി എക്സ്പാൻഷൻ. സോലാർ എനർജി അതായത് ഡയറക്റ്റ് സൺലൈറ്റിൽ ഇരുന്ന് വന്നിട്ട് നമ്മുടെ ലൈറ്റ്, അതുപോലെ വെഹിക്കിൾസ്, ബൈസൈക്കിൾസ്, സോ ഇതുപോലെ നമ്മളുടെ മാക്സിമം നമ്മൾ യൂസ് ചെയ്യുന്നത് നാച്ചുറൽ റിസോഴ്സിൽ കൂടി ചെയ്യുന്നതാണ് ഈ സോലാർ എനർജി എക്സ്പാൻഷൻ. അതായത് സൺലൈറ്റിലിരുന്ന് വരുന്ന എനർജിയെ ഡയറക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. അതാണ് എക്കണോമിക് സസ്റ്റൈനബിലിറ്റി. അടുത്ത് എയർ ടു വാട്ടർ ഇന്നോവേഷൻ. എയർ ടു വാട്ടർ ഇന്നോവേഷൻ എയർ എന്ന് പറയുമ്പോൾ ആക്ച്വലി എയറിൽ നമുക്ക് വാട്ടർ അതിൽ പ്രസൻ്റ് ആണ്. അപ്പോൾ എയറിൽ ഇരുന്ന് എങ്ങനെ നമുക്ക് വാട്ടർ ഇന്നോവേഷൻസ് ചെയ്തെടുക്കാം. സോ ഇതും ഒരു എക്കണോമിക് സസ്റ്റൈനബിലിറ്റി ആണ് ആക്ച്വലി. ദെൻ വൺ റീസൈക്ലിംഗ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ യൂഷ്വലായിട്ട് ഇപ്പോൾ നമ്മളുടെ റീസൈക്കിളിംഗ്, അതായത് മൾട്ടിപ്പിളായിട്ട് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്ന റീസൈക്ലിംഗ്. ലാസ്റ്റ് സസ്റ്റൈനബിൾ ഫിഷ് ഫാമിംഗ്. അതായത് നമ്മൾ ഈ ഫിഷറീസ് ആയിട്ട് നാച്ചുറലായിട്ട് നമ്മളൊരു പോണ്ട് ഫിഷ് നമ്മൾ വളർത്തിയെടുക്കുക എന്നതാണ്. ദാറ്റ് ഈസ് എക്കണോമിക് സസ്റ്റൈനബിലിറ്റി. അപ്പോൾ ഇത്രയും മൈക്രോ ഫാമിംഗ്, സോലാർ എനർജി, എയർ ടു വാട്ടർ ഇന്നോവേഷൻസ്, റീസൈക്ലിംഗ്, സസ്റ്റൈനബിൾ ഫിഷ് ഫാമിംഗ്, സോ ഇതുപോലെയുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എക്കണോമിക്കലി നമ്മൾ ആക്ച്വലി നമ്മൾ സ്ട്രോങ് ആവും. അപ്പോൾ നമുക്കൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് നമുക്ക് കിട്ടും. ദെൻ വൺ, എൻവിറോൺമെൻറ്റൽ കൂടുതൽ സേഫ് ആവും. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. എക്കണോമിക്, സോഷ്യൽ ആൻഡ് എൻവിറോൺമെൻറ്റൽ. സോ ഇതിൻ്റെ കമ്പാരിസൺ എന്താണ്? അപ്പോൾ ഫസ്റ്റ് ടാബുലർ കോളത്തിൽ ക്വാളിറ്റി ഓഫ് ലൈഫ് കോൺസേൺസ്, അതായത് വാട്ടർ, ഫുഡ്, എനർജി. അപ്പോൾ ഇതിൽ എന്താണ് എക്കണോമിക്കൽ ഇഷ്യൂസ്, സോഷ്യൽ ഇഷ്യൂസ്, എൻവിറോൺമെൻറ്റൽ ഇഷ്യൂസ്. അപ്പോൾ ഈ ഒരു മൂന്ന് മെയിൻ ഫങ്ഷനിൽ എന്തെല്ലാം നമുക്ക് കമ്പാരിസൺ. ഇപ്പോൾ വാട്ടർ എടുക്കുവാണെങ്കിൽ എക്കണോമിക്കൽ ഇഷ്യൂസിൽ അൺസസ്റ്റൈനബിൾ എന്ന് വരുമ്പോൾ എന്തായിരിക്കും?
ഹൈ കോസ്റ്റ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ. ഡ്രിങ്കിങ് വാട്ടർ നമ്മൾ എല്ലാത്തിനും ക്യാഷ് കൊടുത്ത് നമ്മൾ മേടിക്കേണ്ടി വരും. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എക്കണോമിക്കലി ഡൗൺ ആയി. അപ്പോൾ നമ്മുടെ ഹ്യൂമൻ ലൈഫിനെ അഫക്റ്റ് ചെയ്യും. ഇനി എൻവിറോൺമെൻറ്റലെയും അത് അഫക്റ്റ് ചെയ്യും. സോ സസ്റ്റൈനബിൾ എന്ന് വരുമ്പോൾ നമുക്ക് ഡ്രിങ്കിങ് വാട്ടർ അവൈലബിലിറ്റിയാണ് ദെൻ വൺ അറ്റ് ലോ കാസ്റ്റ് ആയിരിക്കും. ചിലപ്പോൾ എക്സ് ആണെങ്കിൽ നമ്മളുടെ ക്യാഷ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഡ്രിങ്കിങ് വാട്ടേഴ്സിന് സം സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, ലോ കാസ്റ്റ് ആയിരിക്കും. ഇപ്പം നമുക്കൊരു വാട്ടർ ക്യാൻ നമുക്ക് നോർമലായിട്ട് ഇപ്പോൾ 25 റുപ്പീസ് കൊടുത്ത് മേടിക്കുന്നതിന് പകരം 3 റുപ്പീസോ 5 റുപ്പീസിനോ നമുക്ക് മേടിക്കാം. ഓക്കെ. അതുപോലെ നമുക്ക് എന്താ സോഷ്യൽ ഇഷ്യൂസ്. സോഷ്യൽ ഇഷ്യൂസ് എന്ന് വരുമ്പോൾ ഒരുപാട് പ്ലാന്റിൽ ഇരുന്നിട്ട് വരുന്ന ട്രീറ്റ്മെൻറ്റ് ചെയ്ത് വരുന്ന എല്ലാ വാട്ടറും പ്രോപ്പർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ ഇതെല്ലാം സോഷ്യൽ ഇഷ്യൂസ് ആണ്. അതേപോലെ എൻവിറോൺമെൻറ്റൽ ഇഷ്യൂസ്. അപ്പോൾ ഇതുപോലെ പ്ലാന്റ്സ് കൂടുമ്പോൾ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സ് ഒക്കെ കൂടുന്ന സമയം പൊല്യൂഷൻ കൂടുതൽ വരും. അപ്പോൾ അത് നേരെ റിവറിൽ പോയി മിക്സ് ആവും. അപ്പോൾ എന്തായിരിക്കും, അൺസസ്റ്റൈനബിൾ ആയി. അത് എൻവിറോൺമെൻറ്റലിനെ അഫക്റ്റ് ചെയ്യും. ഇതേ സസ്റ്റൈനബിൾ ആണെങ്കിൽ നമ്മൾ എക്സിസ്റ്റിംഗ് ഫ്രഷ് വാട്ടർ ബോഡീസ് നമ്മളെ എന്താ ഇപ്പോൾ റെയിൻ വാട്ടർ നമ്മൾ എന്താ നമുക്ക് നമ്മളായിട്ട് സെപ്പറേറ്റ് ഒരു പാണ്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എക്സ്കവേറ്റ് ചെയ്ത് ഒരു ട്രെഞ്ച് എടുത്ത് നമ്മൾ അതിൽ സേവ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അറേബ്യൻ കൺട്രീസിലൊക്കെ എന്താ ഫ്രഷ് വാട്ടേഴ്സിന് അവർ എന്താ ട്രെഞ്ചൊക്കെ വെച്ച് അവർ സേഫ് ആക്കുന്നു. കാരണം സം പർട്ടിക്കുലർ പ്ലേസിൽ മാത്രം വാട്ടർ ബോഡി കൂടുതലായിരിക്കും അറേബ്യൻ കൺട്രീസിൽ. ബട്ട് അവർ ആ വാട്ടർ എന്താ എടുത്ത് ലിഫ്റ്റ് എന്നൊരു സ്ഥലത്തിലേക്ക് അവർ കൊണ്ടുപോയി അവിടെ ഫിൽ ചെയ്യുക. സോ അപ്പോൾ അത് എന്താ അവർ നാച്ചുറലായിട്ട് അവർ എന്ത് ചെയ്യുന്നു, അത് യൂസ് ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് സസ്റ്റൈനബിലിറ്റി. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് എന്താ ചെറിയ ചെറിയ പാണ്ട് ഇതുപോലെ നമ്മൾ മേക്ക് ചെയ്ത് എന്താ ഒരു നാച്ചുറലായിട്ട് മുന്നോട്ട് പോകുക എന്നതാണ്. സോ ഇത്രയും ഫാക്ടേഴ്സാണ് നമുക്ക് സസ്റ്റൈനബിലിറ്റിയിൽ വരുന്നത്. സോ അപ്പോൾ ഇതിൻ്റെ കണ്ടീഷൻസ് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് എക്കണോമിക്കലി നമുക്ക് എന്താ നമ്മളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻക്രീസ് ആവും, എൻവിറോൺമെൻറ്റൽ നമുക്ക് സേഫ് ആവും. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ ഇത്രയും സ്ലൈഡ് നിങ്ങൾ ഒന്ന് വാച്ച് ചെയ്യുക. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ ഒരു 50% ഇതിലിരുന്നാണ് തിയറി ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ ഈ ഗ്ലോസറി ടേംസ് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ദെൻ വൺ ഞാൻ ആൾറെഡി നോട്ട്സ് ഞാൻ തരും. ഈ സ്ലൈഡ് നിങ്ങൾ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്ത് കോൺസെപ്റ്റ് എന്താ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് എന്താ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇതാണ് സസ്റ്റൈനബിലിറ്റി. അപ്പോൾ സസ്റ്റൈനബിളായിട്ട് എന്തൊക്കെ ചെയ്യണം, നമ്മളുടെ ക്വാളിറ്റി ലൈഫ് ഇൻക്രീസ് ചെയ്യാൻ എന്ത് ചെയ്യണം, എൻവിറോൺമെൻറ്റലിനെ അഫക്റ്റ് ചെയ്യാനുള്ള കൺസ്ട്രെയിൻസ് ഒക്കെ എന്താണ് എന്ന് നമുക്ക് ഈ ഒരു സ്ലൈഡിൽ നമ്മളിപ്പോൾ പഠിച്ചിട്ടുണ്ട്. പഠിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.